കണ്ണൂരിൽ 12-കാരിയെ പീഡിപ്പിച്ചതിൽ 23-കാരി അറസ്റ്റിൽ. പുളിപ്പറമ്പ് സ്വദേശി സ്നേഹ മെർലിൻ ആണ് പോക്സോ കേസിൽ അറസ്റ്റിലായത്. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പാണ് കണ്ണൂരിൽ ചേരുന്നത്. അരുൺ, അത്ര സാധാരണമായി കേൾക്കുന്ന ഒരു വാർത്തയല്ല അത്. ഈ കേസിന്റെ പശ്ചാത്തലത്തെ പറ്റി, കേസിനെ പറ്റി പോലീസ് പറയുന്ന വിവരങ്ങൾ എന്താണ്? അരുൺ കേട്ടോ? ഞാൻ ചോദിച്ചത് ഈ കേസിന്റെ പശ്ചാത്തലത്തെ പറ്റി പോലീസ് പറഞ്ഞത് എന്താണെന്നാണ്. ആഷ്മി, തളിപ്പറമ്പ് പോലീസിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ സ്നേഹ മെർലിനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തത്. ഇത്തരമൊരു പരാതി വരാനുണ്ടായ സാഹചര്യം എന്നുള്ളത് ഈ 12 വയസ്സുള്ള പെൺകുട്ടിയുടെ സ്കൂളിൽ നിന്നും ഈ പെൺകുട്ടി ഉപയോഗിക്കുന്ന ബാഗിൽ ഫോൺ കണ്ടെത്തിയിരുന്നു. ആ ഫോണിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങൾ, അതേ തുടർന്ന് ഉണ്ടായ സംശയമാണ് അധ്യാപകർ രക്ഷിതാക്കളെ വിവരമറിയിച്ചത്. അതേ തുടർന്ന് രക്ഷിതാക്കൾ കൂടി ചൈൽഡ് ലൈനിൽ ബന്ധപ്പെടുന്നു. ചൈൽഡ് ലൈനിൽ നടത്തിയ കൗൺസിലിങ്ങിലാണ് താനിങ്ങനെ ലൈംഗിക പീഡനത്തിനിരയായി എന്ന കാര്യം ഈ പെൺകുട്ടി തുറന്നു പറയുന്നത്. അതിനുശേഷം ഈ 23-കാരിയായിട്ടുള്ള സ്നേഹയുടെ ഉൾപ്പെടെ വിവരങ്ങൾ നൽകുന്നു. ഒരു തവണയല്ല, ഒന്നിൽ കൂടുതൽ തവണ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന കാര്യം ഈ പെൺകുട്ടി തുറന്നു പറയുന്നു. ഇതേ തുടർന്ന് ചൈൽഡ് ലൈൻ കൂടി നിർദ്ദേശം നൽകിയ തുടർന്നാണ് തളിപ്പറമ്പ് പോലീസ് ഇതിൽ ഉടനടി തന്നെ പോക്സോ നിയമപ്രകാരം കേസെടുക്കുകയും ഈ സ്നേഹയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഈ സ്നേഹയ്ക്കെതിരെ മുൻപ് തളിപ്പറമ്പിലെ CPI നേതാവായിട്ടുള്ള കോമത്ത് മുരളിയെ ആക്രമിച്ച കേസിലും ഈ സ്നേഹ പ്രതിയാണ്. അത്തരമൊരു പശ്ചാത്തലം കൂടി സ്നേഹക്കുണ്ട്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ചില വെളിപ്പെടുത്തൽ ഈ പെൺകുട്ടിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ തവണ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്നും ആ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് എന്നും ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്വർണമൊക്കെ വാങ്ങിച്ചു നൽകാമെന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഈ മൊഴിയിലുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പോക്സോ നിയമപ്രകാരം ഇപ്പോൾ സ്നേഹയെ തളിപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്ത് നിലവിൽ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.